നമ്മൾ ആട് കൊണ്ടൊന്ന് പൊളിക്കുന്നുണ്ടാ. അതെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി 5 ഫുൾ ആട് കൊണ്ട് മട്ടൻ ബിരിയാണി. സാധാരണ നമ്മളെപ്പോഴും ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓർഫനേജിൽ കൊണ്ട് കൊടുക്കലാണ് പതിവ്. പക്ഷേ ഇന്ന് നമ്മൾ ചെറിയൊരു വ്യത്യാസം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി നമ്മൾ ഓർഫനേജിൽ കൊടുക്കാം അല്ലേ? അതിൻ്റെ കാരണക്കാരും നിങ്ങൾ തന്നെയാണ്. കാരണം എന്താ പറയുക, നമ്മുടെ വൺ ബേ ഡോട്ടിലൂടെ കുറച്ച് ചീര നമ്മൾ വിറ്റിരുന്നു. ആ വിറ്റിരുന്ന സാധനത്തിൽ കുറച്ച് ഷിപ്പിംഗ് ചാർജ് നമുക്ക് ബാക്കിയുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഭാഗത്ത് കുറച്ച് സബ്സിഡി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അവകാശപ്പെട്ട പൈസയല്ല, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ പൈസയാണ്. അപ്പോൾ എല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കുക പറഞ്ഞാൽ അത് പറ്റുന്നൊരു കേസല്ല. അപ്പോൾ നമ്മളെന്ന് കാണിച്ച് കുറച്ച് ആടും വാങ്ങിയിട്ട് പിന്നെ കുറച്ച് പൈസ അല്ലേ നമ്മളും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്ത്, നിങ്ങളുടെ പൈസ ഞങ്ങളുടെ പൈസ ഒക്കെ കൂടി ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ പോളി ഗാർഡൻ എന്ന ഓർഫനേജിൽ ആ കുട്ടികൾക്ക് നിന്ന് നല്ല അടിപൊളി മട്ടൻ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമുക്ക് നേരെ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം. നല്ല സൂപ്പർ ആടല്ലേ? നല്ല സുന്ദരനായില്ലേ? തൈര് മിക്സ് ചെയ്ത് നാരങ്ങ നീര്, അവിടെ ഇരിക്കട്ടെ, ചട്ടി വെച്ചോളൂ. മസാല വറുത്തത് പൊടിച്ചിടുക, ഓയിൽ, അണ്ടിപ്പരിപ്പ്, മതി ഒരുപാട് കരിഞ്ഞു പോകും. എന്ത് സ്വർണ്ണ കളറായല്ലേ? അങ്ങനെ നമ്മുടെ ഉള്ളി റെഡിയായി അല്ലേ? മതി. ഇനി നല്ല കളറ് ഇതിലിടും വന്നോളൂ. എന്താ വേണം? കുറച്ച് ഓയിൽ ഒഴിക്കാം ആദ്യം. നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ്, കുറച്ച് ഉള്ളി പോകും. അടുത്ത നമുക്ക് പുതിയ മല്ലിയിലിട്ട് കൊടുക്കാം.
കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, നമുക്ക് തക്കാളി, ഒരല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നമ്മളൊരു 10, 35, 40 ഇറച്ചിയില്ല. മട്ടൻ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി മസാല ഇതിട്ടാലേ മണം വരുള്ളൂ ശരിക്കും. കുറച്ച് വറുത്ത ഉള്ളി, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മതി. പാകത്തിന് ഉപ്പ്, അവിടെ ഇരിക്കട്ടെ. മണമല്ലേ ചോറ് റെഡിയൊക്കെ ചട്ടി വെച്ചു വെള്ളം ഒഴിച്ചു. നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കുങ്കുമപ്പൂട, ഒരല്പം നാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. തിളക്കട്ടെ. നമുക്ക് പതുക്കെ അരി ഇട്ട് കൊടുക്കാം. പാകത്തിലുള്ള ഉപ്പ്, ഒരല്പം നാരങ്ങ നീര് കൂടെ ഒഴിച്ചു കൊടുക്കാം. അവിടെ തട്ട് 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 തട്ട്. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, കുറച്ച് വറുത്ത ഉള്ളി, കുറച്ച് കാഷ്യൂ നട്ട്, നെയ്യിൽ ഓയിൽ വറുത്തല്ലേ, നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് കേട്ടോ.
അടുത്ത ലെയർ മല്ലിയില, പുതിയനില, വറുത്തുള്ളി, നെയ്യ്, ഇത് പൊളിക്കിൻ്റെ ദിശ. മണക്കട ഇത് ദമ്മിൽ കുറച്ച് നേരം ഇരിക്കട്ടെ അല്ലേ? അപ്പോൾ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര നമ്മുടെ ഓർഫിഡയിൽ നമ്മൾ എന്നും വരുന്ന നമ്മുടെ ഓർഫിഡയിലെ മക്കൾക്ക് വേണ്ടി നമ്മൾ നട്ടു കൊടുക്കുകയാണ്. നമ്മുടെ ലക്ഷ്യം എന്താ പറയുക, ഈ സാധനം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വെബ്സൈറ്റ് തുടങ്ങി അതിലൂടെയാണ് നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിസിനസ് ഒന്നുമല്ല, എല്ലാ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, പിന്നെ കുറച്ച് നമ്മുടെ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്ക് കുറച്ച് തൊഴിലുമായി, അതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഓർഫിഡയിലെ പലജാതി പൂക്കൾക്കും നട്ടു കൊടുക്കണം. അവരും കഴിക്കട്ടെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര. അപ്പോൾ അവർക്ക് എങ്ങനെ നടുകയെന്നും അറിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളെ ഒന്ന് നട്ടു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അവരിത് ഉപയോഗിക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലൊക്കെ ഈ പൊന്നാങ്കണ്ണി ചീര നിർബന്ധമായിട്ടും നട്ടുപിടിപ്പിക്കുക. ഒരുപാട് കണ്ണിന് ഗുണമുള്ള ഒരു ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ വേണ്ടി ഞാൻ ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കാം. നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി പോവാം, നോക്കാം അല്ലേ? ആഹാ ആഹാ, അടിപൊളിട്ടാ. ആവി ഇങ്ങനെ പറക്കണ്ട്. നമ്മൾ പതുക്കെ നമ്മുടെ ചോന്ന് ഇളക്കി നോക്കാം. അപ്പോൾ അവിടെ ഒരു 5-6 മുട്ടയും കൂടി വെച്ചാൽ ടേസ്റ്റ് നോക്കാം. ഇനി നമ്മുടെ കുറച്ച് തൈരില്ലാണ്ട് എന്ത് ബിരിയാണി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ജിത്തു കഴിച്ചിട്ട് എങ്ങനെ പറയും? ഒരുക്കാ കഴിക്കേ ഹരീഷ്കാ തട്ടി നോക്കാണ്. അതെ, ഇമ്മാരി ഒരു സാധനമൊക്കെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിക്കരുത്. അത് വേഗം. അടിപൊളിട്ടാ. മട്ടനൊക്കെ പഞ്ഞു പോലെ. അതെ അതെ, ഇതാ ഒരു രക്ഷയില്ല കേട്ടോ. മട്ടനൊക്കെ അടിപൊളിട്ടാ. എരിവോ കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്തറിയോ, നമ്മൾ ഓവർഫ്ലോയിൽ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ എരിവ് നമ്മൾ കൊടുക്കാറില്ല. പിന്നെ നല്ലോണം വേവിച്ചിട്ട് കൊടുക്കാറുള്ളൂ. കാരണം അവർക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ട്. അപ്പൊ സംഭവം ഒരു രക്ഷയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്കിനി വൈകിക്കണം. നേരെ അടിപൊളി. നേരെ അവർക്ക് കൊടുക്കാം, അവർ കൊണ്ട് കൊടുക്കാം കേട്ടാ. ഓക്കെ. സന്തോഷമാണ് എല്ലാവർക്കും. നമ്മള് പ്രത്യേകം കാലത്തോട്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ കൂടെ ഫിറോസ്ക ഉണ്ടായിരുന്നു. നിങ്ങൾ ഭക്ഷണം വെക്കണതൊക്കെ നിങ്ങൾ പോയി കണ്ടു. അപ്പൊ ഫിറോസ്കയുടെ പുതിയ സംരംഭത്തിന്റെ മറ്റേ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ചീരയുടെ ഒക്കെ ആ ഷിപ്പിങ്ങിന്റെ കുറച്ച് പൈസയൊക്കെ എക്സസ് വന്നു. അതൊന്നും ഫിറോസ്കയ്ക്ക് വേണ്ട, അത് എന്റെ മക്കൾക്കുള്ളതാന്ന് പറഞ്ഞിട്ടാണ് ഫിറോസ്ക ഇങ്ങോട്ട് വന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നല്ല മട്ടൻ ബിരിയാണിയും അതൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫിറോസ്കയുടെ ഫ്രണ്ട് സാറും വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർ മുട്ടയൊക്കെ ഉണ്ട്, എല്ലാവർക്കും മുട്ടയും എല്ലാം ഉണ്ട്. വളരെ വിഭവസമൃദ്ധമായിട്ടാണ് തരുന്നത്. അപ്പോ ഫിറോസ്ഖാനോട് പറഞ്ഞത്, ഇത് ഞാൻ തരുന്നതല്ല, എന്റെ ആ സംരംഭത്തിൽ പങ്കാളികളായവരാണ് ഇത് നമുക്ക് തരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക? അവരൊക്കെ കുടുംബജീവിതത്തില് അതിനുള്ള അനുഗ്രഹങ്ങള് വലിയമ്പരാൻ കൊടുക്കാനായിട്ടും അവർക്കൊക്കെ നല്ല ആരോഗ്യവും പെട്ടെന്നുള്ള അപകടങ്ങളും രോഗങ്ങളും ഒന്നും ഇല്ലാതിരിക്കാനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ഫിറോസ്കയ്ക്കും ഫിറോസ്കയുടെ കൂട്ടുകാർക്കും ഹാരിസാറിനും അവരുടെ കൂട്ടുകാർക്കും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഇതുപോലെ കുറെ നല്ല മനസ്സുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണ്
നിങ്ങളിവിടെ സന്തോഷമായിട്ടിരിക്കുന്നത് നമ്മുടെ എല്ലാ ദിവസത്തെ പ്രാർത്ഥനയിലും നമ്മൾ അവരെല്ലാവരും ഓർക്കാറുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ, പ്രാർത്ഥിച്ചാൽ മതി. നല്ല മട്ടനാണ്, ഇല്ലാത്ത സാധനമാണ് കേട്ടോ. അപ്പൊ ഞാൻ എപ്പോഴും തന്നെ ഓർഫനേജിൽ തന്നെയാണ് എപ്പോഴും വന്നിരിക്കുന്നത്. നമ്മൾ കോളികാടിന്റെ ഓർഫനേജിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറയാ, ഞാൻ നിങ്ങളുടെ കുറച്ച് ഷിപ്മെന്റ് കുറച്ച് പൈസ ബാക്കിയുണ്ടായിരുന്നു. എൻ്റെ കുറച്ച് പൈസയും കൂടി ചേർത്ത് നമ്മളൊരു അടിപൊളി ലേഡ് ബിരിയാണി ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇവർക്ക് അത്ര എരിവും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ ലിമിറ്റേഷൻ ആക്കിയിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ലേഡ് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവർ എന്തെങ്കിലുമൊക്കെ സഹായിക്കണം താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോയിൽ താഴെ എഴുതി കാണിക്കാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് നേരിട്ട് സഹായം ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്നൊന്നും ഞാൻ പറയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ. മാറ്റാം കേട്ടോ. ഓക്കെ, എന്ത് പറ്റണം? ഫോണും വേണം. ഫോണും വാച്ചുവാ? ഓക്കെ, വാച്ച് മേടിച്ചില്ല. നിനക്ക് വേണം വാച്ച്? വാച്ചല്ല, എല്ലാവർക്കും വാച്ച് വേണം കേട്ടോ. എല്ലാവർക്കും വാച്ച് ഞാൻ മേടിച്ചില്ല. 5 പേർക്ക് ഞാൻ മേടിച്ചു. ശരി, ഓക്കെ ശരി, ഞാൻ പോകണം. ആ, മറക്കില്ല.